Good evening. Okay, നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻട്രൊഡക്ഷൻ ടു 3-dimensional geometry. So write the heading. Chapter 11, Introduction to 3-dimensional geometry. Introduction to 3-dimensional geometry. നമ്മൾ ഇത്രയും നാള് എത്ര ആക്സിസ് പഠിച്ചിട്ടുണ്ടായിരുന്നു? എത്ര ഡയമെൻഷനിലായിരുന്നു? 2-dimensional geometry. ഏതൊക്കെയായിരുന്നു ആക്സിസ്? എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്താ, ഒരു ആക്സിസും കൂടെ വന്നു. ഏതാണ്? ഇസഡ് ആക്സിസ്, എക്സ് വൈ ഇസഡ്. സോ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിരുന്നത്? രണ്ട് കോർഡിനേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എക്സ് കോർഡിനേറ്റും ഉണ്ടാവും, വൈ കോർഡിനേറ്റും ഉണ്ടാവും അല്ലെ? സോ എക്സ് വൈ. സോ ഇത് എന്ത് പ്ലെയിനാ? എക്സ് വൈ പ്ലെയിനാ. 2-dimensional ആണ്, എക്സ് വൈ പ്ലെയിൻ ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റെപ്രസെന്റ് ദാറ്റ് പൊസിഷൻ ബൈ ഒരു എക്സ് കോർഡിനേറ്റും ഉണ്ടാകും, ഒരു വൈ കോർഡിനേറ്റും ഉണ്ടാകും. ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത്. ഇനിയിപ്പോ ഒരു ആക്സിസും കൂടെ വന്നു. ഏതാണ്? ഇസഡ് ആക്സിസും കൂടെ വന്നു. അപ്പോ നമ്മൾ നേരത്തെ ഇങ്ങനെ ക്വാഡ്രന്റുകൾ പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ 4 ക്വാഡ്രന്റാ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു ആക്സിസും കൂടെ വരുമ്പോഴത്തേക്ക് അത് എത്രയായിട്ട് മാറും? 8 മാറും. അപ്പൊ ഒക്ടൻ എന്ന് പറയും. സോ ആദർശ് ഫിഗർ വരയ്ക്കത്തില്ലേ? നല്ലോണം വരയ്ക്കത്തില്ലേ? ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് മനസ്സിലായി. അല്ല, അതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ഒരു പിക്ചർ കാണിച്ചു തരാം. ഇരുന്നു, അവിടെ ഇരുന്നു, ഞാൻ പറയാം. ഓക്കെ, നോക്കേ. എക്സ് വൈ ഇസഡ് ആക്സിസ് എങ്ങനെയാ വന്നത് നോക്കാം. എക്സ് ആക്സിസ്, താഴത്തെ ആക്സിസ്, അത് ലൈറ്റ് ഗ്രീൻ. പറഞ്ഞേ, ലൈറ്റ് ഗ്രീൻ. അതായത് 3 പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് വൈ സെറ്റ് പ്ലെയിൻ കിട്ടുന്നത്. എക്സ് വൈ സെറ്റ് പ്ലെയിൻ കിട്ടുന്നത്. സോ നോക്കിയേ, താഴത്തെ എക്സ് ആക്സിസ്, ആ ലൈറ്റ് ഗ്രീൻ ഇല്ലേ, ലൈറ്റ് ഗ്രീൻ എക്സ് ആക്സിസ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇത് വൈ ആക്സിസ്, ഈ ഡാർക്ക് ഗ്രീൻ വൈ ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്, വയലറ്റ് ഇസഡ് ആക്സിസ്. അപ്പൊ ഈ 3 പ്ലെയിൻ, താഴത്തെ ഒരു പ്ലെയിൻ ഉണ്ട്. എങ്ങനെയാ വരാ? താഴത്തെ ഒരു പ്ലെയിൻ, ഇങ്ങനെ ഒരു പ്ലെയിൻ, പിന്നെ ഇങ്ങനെയും കൂടെ ഒരെണ്ണം വരും. 3 പെർപെൻഡിക്കുലർ ആയിട്ട് വരും. താഴത്തെ ഇങ്ങനെ നോക്കിക്കോ. ഇതൊരു പ്ലെയിൻ. ഇനി ഒരു പ്ലെയിൻ ഇങ്ങനെ വെക്കും, ഇങ്ങനെയും വെക്കും, ഒരു പ്ലെയിൻ ഇങ്ങനെയും വെക്കും. താഴത്തെ എക്സ്, മുകളിലത്തെ വൈ, ഇങ്ങനെ വെക്കുന്ന സെഡ്, അങ്ങനെ വെക്കുന്ന സെഡ്. അപ്പൊ നമുക്ക് നോക്കിയപ്പോ ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു പ്ലെയിൻ ഇങ്ങനെ ഉണ്ട്, ഇവിടെ വെച്ചു, ഇങ്ങനെ വെച്ചു. അപ്പൊ നമുക്ക് 4 കിട്ടിയില്ലേ? അപ്പൊ മുകളിൽ 4 ഉണ്ട്, താഴെ 4 ഉണ്ട്. അങ്ങനെ ടോട്ടൽ 8. അങ്ങനെയാണ് 8 ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിച്ചല്ല. ഓക്കെ, താഴത്തെ എക്സ് ആക്സിസ് നിങ്ങൾ നോക്ക്, നിങ്ങൾ 4 പേര് നോക്കി, ഞാൻ കാണിച്ചു തരാം. താഴത്തെ ആ ലൈറ്റ് ഗ്രീൻ ഇല്ലേ, അത് എക്സ് ആക്സിസ്. പിന്നെയുള്ള ഈ ഡാർക്ക് ഗ്രീൻ വൈ ആക്സിസ്, വയലറ്റ് ഇസഡ് ആക്സിസ്. അതായത് ഈ മൂന്ന് പ്ലെയിൻസ് ആണ്. താഴെ ഒരു എക്സ്, ഇങ്ങനെ ഒരു വൈ, ഇങ്ങനെ ഒരു ഇസഡ്. അങ്ങനെ കാണിക്കാം. ഇപ്പൊ ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിച്ചു. ഇത് എക്സ് ആക്സിസ് പിടിച്ച, ഇങ്ങനെ വൈ ആക്സിസ്. ഇനി ഇസഡ് ആക്സിസ് ഇങ്ങനെ വെക്കും. പ്ലെയിൻസ് ആണ് ഇന്റർസെക്ട് ചെയ്ത് വരുന്നത്. എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നോക്കി, ഈ മുകളിൽ എത്ര ഇതുണ്ട്? 1 2 3 4 4 റീജിയൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ താഴത്തും വരും. ഇത് നമ്മൾ ഇങ്ങനെ ഇത് മുകളിലും ഇതേപോലെ തന്നെ താഴത്തും വരും. അങ്ങനെ ടോട്ടൽ 8 ഓക്ടൻസ് ഉണ്ടാവും. മനസ്സിലായോ? ഓക്ടൻസ് 4 ഉണ്ടെങ്കിൽ എന്താ നമ്മൾ പറയണേ? ക്വാഡ്രന്റ് എന്നാ പറയുന്നത്. 8 ഉള്ളതാണ് ഓക്ടന്റ്. പറഞ്ഞായിരുന്നു. 8. താഴത്തെ ലൈറ്റ് ഗ്രീൻ എക്സ് ആക്സിസ്, ഡാർക്ക് ഗ്രീൻ വൈ ആക്സിസ്, വയലറ്റ് ഇസഡ് ആക്സിസ്. ഈ 3 പ്ലെയിൻസ് എങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. അത് നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്ന റൂളല്ലേ. അപ്പൊ ഇത് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് വേണ്ടി ഇത് വൈ ആക്സിസ്. ഇനി ഇതിനെ കറക്റ്റ് ചെയ്യണത് ഇസഡ് ആക്സിസ്. അപ്പൊ നമുക്ക് മുകളിൽ തന്നെ 4 കിട്ടില്ലേ, 4 റീജിയൻ. അതേപോലെ താഴത്തും കിട്ടും. അങ്ങനെ ടോട്ടൽ 8 റീജിയൻസ് ഉണ്ടാവും. അങ്ങനെ 8 ഓക്ടൻസ് ഉണ്ടാവും. എന്ന് വരച്ചേ.
എന്തോ ബാലൻസ് ഇല്ലായ്മ. ഇത്രയും നാൾ അവിടെ ഈ ചെയർ ഇങ്ങനെ വെച്ചിരുന്ന അത് കുഴപ്പമില്ല. ഇപ്പൊ അത് കുഴപ്പമില്ല. അത് കുറച്ചുകൂടെ അതല്ല, അത് കുറച്ചുകൂടെ നീക്കി വെച്ച് അക്ഷയ്, അങ്ങോട്ട് നീക്കി വെക്കും. ആ അക്ഷയ് സാരംഗ എന്താ പറഞ്ഞേ? കാണാൻ പറ്റുന്നില്ല. ആ ഇപ്പൊ ആദർശ് ഒരു ഫിഗർ വരയ്ക്കാം, അത് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും കേട്ടോ. കേട്ടില്ല. കാണുന്നില്ലേ? ആ സാരംഗി സാരംഗി ആദർശ് ഇപ്പൊ മാറും, അപ്പൊ കാണാട്ടോ. അക്ഷയ അത് മീൻസ് ഔട്ടല്ലേ? ആ പിന്നെ നിങ്ങളിപ്പോ വരച്ചു തുടങ്ങിക്കോ. പിരീഡ് കളയല്ലേ അല്ലേ? ആ കഴിഞ്ഞത് മതി 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 ആദർശ്, നമുക്ക് കൺഫ്യൂഷൻ ആവും. നന്നായിട്ട് വരച്ചു കേട്ടോ. താങ്ക് യു. കൊള്ളാം അല്ലേ? ഓക്കെ, ഇതിൽ ഏതാ എക്സ് ആക്സിസ്?
നിങ്ങൾക്ക് ഈ ഫിഗർ മനസ്സിലായല്ലോ? ഫിഗർ മനസ്സിലായല്ലോ? ഫിഗർ മനസ്സിലായല്ലോ? ഇതിനകത്ത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഈ ഒരു പ്ലെയിൻ ആണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്, ആൻഡ് ഇതാണ് ഇസഡ് ആക്സിസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഓരോ ഓക്ടൻസിലും എക്സ് കോമ വൈ കോമ ഇസഡ് വരയ്ക്കുവാണോ നിങ്ങൾ? വരയ്ക്കുന്നുണ്ടോ? കുഴപ്പമില്ല. ആ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോ സൈൻസ് എന്തായിരിക്കും വരാ നോക്കിക്കേ. എക്സ് ആക്സിസ് നമ്മളെ ഇങ്ങനെ നമ്മൾ 2 ഡയമെൻഷനിൽ വരയ്ക്കുമ്പോഴത്തേക്ക് ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്, അങ്ങനെയല്ലേ എടുക്കുന്നത്? ഇത് പോസിറ്റീവ് വൈ ആക്സിസ്, ഇത് നെഗറ്റീവ് വൈ ആക്സിസ്, അങ്ങനെയല്ലേ? അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അപ്പൊ ഈ സൈഡ് എക്സ് ആക്സിന്റെ ഈ സൈഡ് പോസിറ്റീവ് അല്ലേ? ഇവിടെ നോക്ക, എത്ര ക്വാഡ്രന്റുകൾ ഉണ്ട്? 8 ക്വാഡ്രന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ക്വാഡ്രന്റിലെ സൈൻസ് എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞേ. എക്സിന്റെ സൈൻ എന്തായിരിക്കും? പറ. പോസിറ്റീവ് ആയിരിക്കും. വൈയോ? വൈ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇസഡോ? നെഗറ്റീവ് ആണോ? ഇസഡ് പോസിറ്റീവ്, ഇത്രയും താഴത്തോട്ട് നെഗറ്റീവ്, അങ്ങനെയല്ലേ വരാ? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് ഇതല്ലേ? ഈ ഇവിടം വരെ ഒറിജിൻ വരെ പോസിറ്റീവ്, താഴത്തോട്ട് നെഗറ്റീവ്. നോർമലി നമ്മൾ വൈ ആക്സിന്റെ ഒക്കെ പറയുന്ന പോലെ തന്നെ ഫ്രണ്ടിലോട്ട് ആ താഴത്ത് ഇങ്ങനെ വരുന്ന എക്സ് ആക്സിസ്, ഇങ്ങനെ വൈ ആക്സിസ്, ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഈ പേപ്പർ പോലെയാണ്, ഒരു പ്ലെയിൻ ആണ്. നമ്മൾ പ്ലെയിൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെക്ട് ചെയ്ത് വെക്കുന്നത്. മേളിലോട്ടുള്ള ഇസഡ്, അതാണ് ഇസഡ് ആക്സിസ്. താഴത്തെ എക്സ്, വൈറ്റ് കളറിലെ പെൻ എക്സ്, അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണത് വൈ, മുകളിലോട്ടിരിക്കുന്ന ഇസഡ്. എക്സ് ഇങ്ങനെ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ എന്തായിരിക്കും? ഇങ്ങനെയുള്ളത് ഒരു 3 പെന്നിങ് തന്നെ. ഇത് പ്ലെയിൻ ആണ്, പ്ലെയിൻ ആണെന്ന് സങ്കല്പിക്കുക. ഇത് ഒരു ലൈൻ അല്ല, പ്ലെയിൻ ആണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, പെർപെൻഡിക്കുലർ അല്ലേ? ഇസഡ് ആക്സിസ് ഇങ്ങനെയാണ് വരാം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് പ്ലസ് 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 ആണ്, 3 ആക്സിസും പോസിറ്റീവ് ആണ്. ഇനി നോക്കിക്കേ, എക്സ് ആക്സിസ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കോ? അതായത് ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ എന്താ? നെഗറ്റീവ് അല്ലേ? സോ നെഗറ്റീവ്. വൈയോ? വൈ പോസിറ്റീവ്. ഇസഡോ? പോസിറ്റീവ്. ഇനി ഇവിടെയോ? എക്സ് എന്തായിരിക്കും? നെഗറ്റീവ്. വൈ ഇതല്ലേ? പോസിറ്റീവ് അല്ലേ? ഇസഡോ? ഇത് സെക്കൻഡ്. വരയ്ക്കണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, അത് നിങ്ങളൊന്ന് എഴുതിയെടുത്താൽ മതി. ഈ ടേബിൾ ഒന്ന് എഴുതിയെടുക്കും. ഈ ടേബിൾ ടേബിൾ 11.1.
ടേബിള് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടല്ലേ? ഇത് കഴിഞ്ഞിട്ടല്ലേ? സ്കൂളിൽ പഠിപ്പിച്ച ഇതാ എടുക്ക. വേഗം വേഗം എഴുതി, വേഗം നോട്ട്ബുക്കിലോട്ട് എഴുതിക്കാം. ബുക്ക് എടുക്കുന്ന സംസാരിക്കാണ്ട് എഴുതണേ, വേഗം എഴുതണേ. എനിക്ക് അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ക്ലാസ് നമുക്ക് മിസ്സായില്ലായിരുന്നോ? ഫസ്റ്റ് വീക്കിലെന്തോ, ഫസ്റ്റോ സെക്കൻഡ് വീക്കിലെന്തോ മിസ്സായിട്ടുണ്ടായി. മാത്സ് ക്ലാസ് മാറ്റി നിങ്ങൾ ചോദിച്ചല്ലോ അതെന്താ മാറിയെന്ന്. വിമലല്ലേ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്, നമ്മൾ പുറകിലാണെന്ന് പറഞ്ഞ കോണിക് സെക്ഷൻ എടുത്തോണ്ടിരുന്ന സമയത്ത്. പറഞ്ഞായിരുന്നു. എന്താ വിമൽ ഇങ്ങനെയൊക്കെ സംസാരിക്കണം? സന്തോഷിക്കാൻ മാത്രമൊന്നും ഇല്ലെന്നാ. എന്താ പറഞ്ഞ? ശരി, കഴിഞ്ഞോ? എൻട്രൻസ് കോച്ചിങ് ക്ലാസ് ആ ടേബിൾ ഒന്ന് വേഗം വരച്ചിരിക്കും. വരയ്ക്കണ്ടെന്ന് ഞാൻ ആ ടേബിള് വരയ്ക്കും. ടേബിള് വരയ്ക്കും ടെക്സ്റ്റ് ബുക്കിലെ 11.1. കഴിഞ്ഞില്ലേ? വിമൽ 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 ആ ടേബിള് വരയ്ക്കാൻ പറ്റ ആ ബോക്സ് പോലും വരച്ചിട്ടില്ല. ഓക്കെ, എക്സസൈസ് 11.1 എടുത്തേ. എക്സസൈസ് 11.1. എക്സസൈസ് അക്ഷയ്, എക്സസൈസ് 11.1. Okay, a point is on the x-axis. What are its y coordinate and z coordinate? ഒരു പോയിന്റ് എക്സ് ആക്സിസിലാണ്. അങ്ങനെയാണെങ്കിൽ y കോർഡിനേറ്റും z കോർഡിനേറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. സോറി, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആയിരിക്കും 0. വേണ്ട വേണ്ട, അത് മനസ്സിലാക്കിയിരുന്നാ മതി. അത് മനസ്സിലാക്കിയിരുന്നാ മതി. പഠിക്കാൻ പറ്റുമെന്നെ പഠിച്ചു. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്. എ പോയിന്റ് ഈസ് ഇൻ ദി XZ പ്ലെയിൻ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ഇറ്റ്സ് y കോർഡിനേറ്റ്? XZ പ്ലെയിനിലാണ്, അപ്പൊ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0. XZ പ്ലെയിനിലാണ്, അപ്പൊ y കോർഡിനേറ്റ് ഉണ്ടോ? ഇല്ല. നെയിം ദി octants in which the following points lie. നോക്കാം. ഫസ്റ്റ് പോയിന്റ് 1, 2, 3. എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, y കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്, z കോർഡിനേറ്റ് പോസിറ്റീവ് ആണ്. അത് ഏത് ഒക്ടന്റിലാ? ഫസ്റ്റ് ഒക്ടന്റ്. 4, -2, 3. സെക്കൻഡ് കോർഡിനേറ്റ് മാത്രം നെഗറ്റീവ്, ബാക്കി പ്ലസ് മൈനസ് പ്ലസ്. ഫോർത്ത് ക്വാഡ്രന്റ്. 4, -2, -5. പോസിറ്റീവ്, മൈനസ് മൈനസ്. പ്ലസ് മൈനസ് മൈനസ് എവിടെയാ? എയ്ത്ത് ക്വാഡ്രന്റ്, സോറി എയ്ത്ത് ഒക്ടന്റ്. നെക്സ്റ്റ് 4, 2, -5. പ്ലസ് പ്ലസ് മൈനസ്
Okay. -4, 2, -5. Minus plus minus. Minus plus minus. Sixth octant. -4, 2, 5. Minus plus plus. Second. -3, -1, 6. Minus minus plus. -2, -4, -7. Minus minus minus. Seventh octant. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അത് ബൈ ഹേർട്ട് ചെയ്യണമെന്നില്ല, അല്ലാണ്ട് അറിയാന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയില്ലാത്തൊരു വരച്ചില്ലേ. എന്നാ പഠിച്ചു ബൈ ഹേർട്ട് ചെയ്തു. നമ്മളെ ഇവിടെ നോക്കാം, ഇത് താഴത്താണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് ഈ സൈഡ്. ഇനി വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്, ഇത് പോസിറ്റീവ്, ഇത്രയും പോസിറ്റീവ്, താഴത്തോട്ട് നെഗറ്റീവ്. ഇസഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഇത്രയും പോസിറ്റീവ്, താഴത്തോട്ട് നെഗറ്റീവ്. അപ്പൊ ആ ഒക്ടന്റ് നോക്കുക, ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒക്ടന്റ്. ഈ ഒക്ടന്റ് നോക്കുമ്പോൾ നോക്കിയേ, എക്സ് കോർഡിനേറ്റ് ഇത്രയും പോസിറ്റീവ് ആണ്, ഇതിന്റെ ഇങ്ങോട്ടേക്ക് നെഗറ്റീവ്. അപ്പൊ ഇവിടെ എന്താ പോസിറ്റീവ് അല്ലേ? ഇനി വൈ ആക്സിസിന് ഇത്രയും പോസിറ്റീവ് ആണ്, താഴത്തോട്ടാണ് നെഗറ്റീവ്. അപ്പൊ ഇത് പോസിറ്റീവ് അല്ലേ? ഇസഡ് ആക്സിസ് ഇത്രയും പോസിറ്റീവ് ആണ്, താഴത്തോട്ട് നെഗറ്റീവ്. പോസിറ്റീവ് അല്ലേ? അല്ല, വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെ, ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെ. അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഹെഡിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്പേസ് ലീവ് ചെയ്യുക, എന്നിട്ട് ഹെഡിങ് എഴുതുക കേട്ടോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. നിങ്ങൾ ഓൾറെഡി ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ട് 10th അല്ലെ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോർഡിനേറ്റ്സ് x1 y1 and x2 y2? ഡിസ്റ്റൻസ് ഫോർമുല root of x2 minus x1 the whole square plus y2 minus y1 the whole square. അത് ഏത് പ്ലെയിൻ ആയിരുന്നു? XY പ്ലെയിൻ ആയിരുന്നു. ഇപ്പൊ നമുക്ക് എന്തുകൂടെ വന്നു? ഇസഡും കൂടെ വന്നു. അപ്പോ എങ്ങനെ ഇക്വേഷൻ മാറും? root of x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. Okay, എഴുതിക്കോളാം. The distance between 2 points x1 y1 z1 and x2 y2 z2. The distance between 2 points x1 y1 z1 and x2 y2 z2 is given by, ഈ പോയിന്റ് പി എന്നും ഇതിന് ക്യൂ എന്നും കൊടുത്തു കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പി എന്നും സെക്കൻഡ് പോയിന്റ് ക്യൂ എന്നും കൊടുക്കുക. is given by pq is equal to root of x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. The distance between 2 points P x1 y1 and Q x2 y2, sorry, x1 y1 z1 and Q x2 y2 z2 is given by PQ is equal to root of x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. അറിയില്ല, നിങ്ങൾ വേഗം ചെയ്യുകയാണെങ്കിൽ തീരും.
ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്വസ്റ്റൻ ആയിരിക്കും 235 ആൻഡ് 431. ഫസ്റ്റ് ജീവിതാഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാൽ 11. എന്റെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളെ നിങ്ങളോട് പറയാൻ എന്തിനാ? അതുണ്ട് അത് ചെയ്തില്ലായിരുന്നോ? ക്വസ്റ്റ്യൻ വായിച്ച് ഒരു സെക്കൻഡ്. എക്സസൈസ് 11.1 ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കിയോട്ടാ. The x-axis and y-axis taken together determine a plane. ഒരു സെക്കൻഡ്, അത് നമ്മൾ അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. ഞാനത് വിട്ടുപോയതാണ്. x-axis and y-axis taken together determine a plane known as എന്താ പ്ലെയിൻ? xy പ്ലെയിൻ. The coordinates of points x-axis ഉം y-axis ഉം കൂടി ഉണ്ടാക്കുന്ന പ്ലെയിൻ xy പ്ലെയിൻ. The coordinates of points in the xy plane are of the form. xy പ്ലെയിനിലെ പോയിന്റ്സിന്റെ ഫോം എങ്ങനെ ആയിരിക്കും? കോമ z എന്തായിരിക്കും? 0. x, y, 0. 0. Coordinate planes divide the space into how many octants? 8. Okay. നമ്മൾ ക്വാഡ്രൻസ് എന്ന് പറയത്തില്ലേ? ക്വാഡ് എന്ന് പറഞ്ഞാൽ 4 എന്നാ മീനിങ്. അപ്പൊ ക്വാഡ്രൻസിന് എത്ര റീജൻസ് ഉണ്ട്? പ്ലെയിൻ ഇസ് ഡിവൈഡഡ് ഇൻടു 4 ക്വാഡ്രൻസ് എന്ന് പറയുന്നത്. പ്ലെയിൻ ഇസ് ഡിവൈഡഡ് ഇൻടു 4 ക്വാഡ്രൻസ്. 4 ക്വാഡ്രൻസ് ആണുള്ളതെന്ന് പറയില്ലേ? അല്ല, അത് 4 ആക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ വേർഡിന്റെ മീനിങ് ആണ്. ക്വാഡ് എന്ന് പറയുന്നത് മീൻസ് 4 ക്വാഡ്രിലാറ്ററൽ 4 സൈഡഡ് പോളിഗൺ. അത്രേ ഉള്ളൂ. എന്തായാലും അവിടെ 8 ആണ് ആൻസർ. 8 octants. Look, we had to find the distance between these 2 points. അല്ലേ? 235 and 431. എങ്ങനെ കണ്ടുപിടിക്കും? കിട്ടിയ ആൻസർ. ഓക്കെ, PQ is equal to ആദ്യ ഇക്വേഷൻ എഴുതാ. റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square plus കാണാവോ? പറഞ്ഞേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ പറഞ്ഞേ. ആരും ഇപ്പൊ എഴുതണ്ട. ആനല്ല. നോക്കേ, x2 minus x1 the whole square. x1 വാല്യൂ എന്താ പറ. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ x1 y1 z1 x2 y2 z2 പറഞ്ഞേ. 4 minus 2 the whole square plus പറ. വിമൽ, എന്താണ് വിമൽ ഇത്? ഇവിടെ എന്തിനാ ഇത് പറയണേ? ഇത് ആർക്ക് വേണ്ടിട്ടാ പറയണേ? 3 minus 3 the whole square plus z2 minus z1 1 minus 5 the whole square equal root of 4 minus 2 2 square 3 minus 3 0 0 square 0 1 minus 5 minus 4 square 16 equal root of 20. ജസ്റ്റ് എത്ര ആൻസർ പറഞ്ഞേ? 100 root 20 എങ്ങനെ കിട്ടി? Under root 20. ചെയ്തു കഴിഞ്ഞോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ സോറി. അല്ല, അത് ന്യായം. അതെ, അതൊക്കെ നമ്മൾ അംഗീകരിക്കും. മതി വിമൽ. ഏത് ക്ലാസ്? കറക്റ്റ് 5 മണിക്ക് തുടങ്ങിയല്ലോ. കറക്റ്റ് 5 മണിക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തോട്ടാ.
ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉള്ളത്. സംസാരിക്കാണ്ടിരുന്ന് ചെയ്തേ. മാറ്റിയിരുത്തണോ ആദർശൻ? കണ്ണു നടച്ച് കണ്ണു കണ്ണു നടക്കും. മേലോട്ടോ പോയോ? അതിന് മോശം. ഞാൻ ആ കുട്ടിയുടെ ജീവിതം രക്ഷിച്ചു. എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. റൂട്ട് 40 അക്ഷയ എഴുതി കഴിഞ്ഞോ? ബോർഡിൽ ചെയ്യും. റൂട്ട് 43 ആണ് എല്ലാവർക്കും കിട്ടിയ. അടുത്ത ചെയ്തോട്ടാ. ഓക്കെ ആയാ? -211 -1 ആണോ? 211 ആണോ? നോക്കാണ്ട് എഴുതിക്ക അക്ഷയ്. -2 the whole square. -1 -2 the whole square. ഈക്വൽ ടു ഇട്. ഈക്വൽ ടു അവിടെ അല്ല, അവിടെ അതിന് മുന്നേ. ആ താഴെയും ഈക്വൽ ടു എഴുത്. പ്ലസ് ഒക്കെ മര്യാദക്ക് എഴുതിക്കേ. 7 പോലെ ഉണ്ട്. ആ 4 - 7 എത്രയാ? 4 - 7 എത്രയാ? ആ ആ യൂണിറ്റ്സ്. റൂട്ടിന് പുറമെ എഴുതി യൂണിറ്റ്സ്. യൂണിറ്റ്സ് റൂട്ടിൽ എഴുതണ്ട. റൂട്ട് 43 യൂണിറ്റ്സ്. റൂട്ട് 43 എല്ലാവർക്കും കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുവാണോ? ആ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യട്ടാ. ക്വസ്റ്റ്യൻ നമ്പർ 3. സാരെങ്കിലും കിട്ടുന്നുണ്ടോ? സാരെങ്കിലും കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യാട്ടോ.
ക്വസ്റ്റ്യൻ നമ്പർ 4 3യോ? എത്രയാ കിട്ടിയ? എത്രയാ കിട്ടിയ? റൂട്ട് ആദർശ് റൂട്ട് 104. ആ വേണ്ട, രണ്ട് സെയിമാ, കുഴപ്പമില്ല. നിങ്ങക്ക് എത്രയാ കിട്ടിയ? 2√26 എന്ന് പറയുന്നത് അല്ല, കിട്ടിയോ അങ്ങനെ? അല്ല അല്ല, എവിടെ കാണിച്ചു? ആ ഓക്കെ ഓക്കെ ശരിയാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോട്ടാ. കാൽക്കുലേറ്റർ ചെയ്ത് തെറ്റിപ്പോയവ. ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ എത്രയാ കിട്ടിയ? √104 ആണോ? ആണോ? √104. വൈഷ്ണവി കിട്ടിയോ? ബോർഡിൽ ചെയ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഹോംവർക്ക് ആണേ. ചെയ്തോ? ചെയ്തവർ ചെയ്തു, ചെയ്യാത്തവര് ഹോംവർക്ക്. സത്യം ചെയ്തിട്ടില്ല. ആ എഴുതിക്കേ. പി ആൻഡ് ക്യൂ പോയിന്റ്സിന് പി ആൻഡ് ക്യൂ എന്ന് കൊടുക്കുക. അപ്പൊ പി ക്യൂ മുകളില് പി ക്യൂ എന്ന് കൊടുക്കുക. പി ഫസ്റ്റ് പോയിന്റ് പി. യൂണിറ്റ് √104 യൂണിറ്റ് എന്ന് എഴുതാൻ. √104 എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ അതിന്റെ 4th സബ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തവര് കുഴപ്പമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ അക്ഷയ് എന്താണ്? അത് അതിനകത്തായിട്ടിരിക്കുമല്ലേ. നിങ്ങൾ ഈ ക്ലാസ്സിൽ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നിങ്ങളോട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കിട്ടിയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് നോക്കുക. വേറൊരു 100 കൂട്ടം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എല്ലാ ദിവസവും നിങ്ങളുടെ അടുത്ത് ഇത് പറയണോ? നിങ്ങൾ രണ്ടുപേര് പ്രത്യേകിച്ച്. എന്താ ചിരിക്കണേ?
വിമലിന് ക്ലാസ് ഇരിക്കണമെങ്കിൽ ഇറങ്ങിപ്പോയിക്കോട്ടോ. നിർബന്ധമില്ല, ഒരു നിർബന്ധവും ഇല്ല, ഒരു നിർബന്ധവും ഇല്ല, ഇറങ്ങിപ്പോയിക്കോ. ഇപ്പൊ ബ്രേക്ക് ടൈം ആണോ? എന്ത് പറയാനാ നിങ്ങളോടൊക്കെ? ഇതിനൊക്കെ എന്താ പറയണ്ട? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ പോയിന്റ്സ് -2, 3, 5 1, 2, 3 and 7, 0, -1 are collinear. Show that the points -2, 3, 5, 1, 2, 3 and 7, 0, -1 are collinear. Let these points be P, Q and R. Find ഒരു ലൈനിലാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കൊലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലൈനിലെ പോയിന്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് ഫൈൻഡ് പി ക്യു. പി ക്യു കണ്ടുപിടിക്കുക, ക്യു ആർ കണ്ടുപിടിക്കുക, പി ആർ കണ്ടുപിടിക്കുക. ഇത്രയും ചെയ്തേ. പി ക്യു കണ്ടുപിടിക്കുക, ക്യു ആർ കണ്ടുപിടിക്കുക, പി ആർ കണ്ടുപിടിക്കുക. അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യും. പ്രൈം ഫാക്ടറൈസ് ചെയ്യും. റൂട്ട് 14 ഒന്നും ചെയ്യാൻ പറ്റില്ല. 7 times 2 അല്ലേ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള നമ്പേഴ്സ് റൂട്ട് 56 എങ്ങനെ എഴുതാം? ടു റൂട്ട് 14 എങ്ങനെയാ കിട്ടുക? 56 പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 28. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we will get 14. again 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. ഇത്രയേ ഉള്ളൂ. ഇനി ഈ 2 ടൈംസ് പറഞ്ഞത് നമുക്ക് റൂട്ടിന് പുറത്തോട്ട് എഴുതാം. 2 റൂട്ട്, ബാക്കി എന്താ ഉള്ളത്? 7 times 2 is 14. ഇനി പി ആർ.
3√40 കിട്ടിയാ? ഇനി നോക്കാം, പി ക്യൂ പ്ലസ് ക്യു ആർ എത്രയാ? പി ക്യൂ പ്ലസ് ക്യു ആർ എന്ന് പറഞ്ഞാൽ എത്രയാ? √14 പ്ലസ് 2√14 എത്രയാ? 3√14 എന്ന് പറഞ്ഞാൽ എത്രയാ? പി ആർ. സോ നമുക്ക് എന്ത് കിട്ടി? പി ക്യൂ പ്ലസ് ക്യു ആർ ഈക്വൽ പി ആർ. പിന്നെ ക്യൂ എന്ന് പറയുന്ന കോമൺ പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പി ക്യു ആർ ആർ കൊലീനിയർ. കിട്ടിയോ? Therefore, P, Q and R are collinear. കണ്ണ് ശരിയായില്ലേ വൈഷ്ണവി? ഏ അനല്ല, ഇങ്ങനെയൊക്കെ ആകാവോ? കഴിഞ്ഞു. എനിക്കതിനെ ആദർശാണെന്ന്. ആദർശല്ലേ ആദ്യം ഊതിയത്? ആദ്യം ഊതിയത് ആരാ? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ ദി ഫോളോയിങ്. 07 ഇത്രേ ഉള്ളൂ കേട്ടോ. അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ട, ചെറിയ ചാപ്റ്റർ ആവുമ്പോ. എന്താ എന്തെന്ന് ചെയ്യാം. 07 minus 10, 16 minus 6 and 49 minus 6 are the vertices of an isosceles triangle. സോ ഇവിടെ എന്ത് ചെയ്യാ? പി എന്ന് പറയുന്ന പോയിന്റ് 07 minus 10, Q16 minus 6 and R49 minus 6. We had to prove that these vertices are the vertices of an isosceles triangle. Isosceles triangle vertices ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? മൂന്ന് സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. പി ക്യു കണ്ടുപിടിക്കുക, ക്യു ആർ കണ്ടുപിടിക്കുക, പി ആർ കണ്ടുപിടിക്കുക. Then check whether any two sides have the same length. ചെയ്തോ? ചെയ്ത് കഴിഞ്ഞു. ഇരുന്നാ മതി.
കിട്ടിയ ഐസോസൽസ് ആണ് കിട്ടി. പൈതഗോറസ് തിയറം പ്രൂവ് ചെയ്താൽ മതി. ബേസ് സ്ക്വയർ പ്ലസ് ഓൾറേറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ സ്ക്വയർ മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയറിനോട് ഈക്വൽ ആവുന്നുണ്ടോ നോക്കാം. കിട്ടിയോ? ഐസോസിലിസ് ആണെന്നാണോ കിട്ടിയ? അല്ലേ? അപ്പൊ ഐസോസിലിസ് ആണല്ലോ. ആരാ എഴുതാ? അനല്ല എഴുതിയായിരുന്നോ? ഇന്നില്ല, എഴുതിയില്ലല്ലോ. ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഐസോസിലിസിന്റെ ആണോ? പൈതഗോറസ് തിയറം. ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. ഏതെങ്കിലും രണ്ട് സൈഡുകളുടെ സ്ക്വയർ എടുക്കുക. അതിന്റെ സം എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്ക്വയറിനോട് ഈക്വൽ ആണ്. ആ ക്യു ആർ എന്താ കിട്ടിയ? പി ആർ എന്നാലും എനിക്ക് therefore PQ is equal to QR. PQ equal QR. Therefore, this is PQ equal to QR. Therefore, this is an isosceles triangle. ISO SC SCC.
EL. Yes. Isosceles triangle. Next question. 0, 7, 10, -1, 6, 6 and -4, 9, 6 are the vertices of a right angle triangle. സ്ക്വയർ എടുക്കണമായിരുന്നു, എടുത്തില്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യട്ടാ. ക്വസ്റ്റ്യൻ നമ്പർ 3 ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യും. കിട്ടിയില്ല, നോക്കാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. സോ ഇവിടെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് പി ക്യു, ക്യു ആർ ആൻഡ് പി ആർ. ഫൈൻഡ് ഔട്ട് ചെയ്തോ? പി ക്യു is equal to root of -1 -0 -1 square plus 6 - 7 -1 square plus 6 - 10 -4 square, which is equal to root of 1 plus 1 plus 16, which is equal to root 18. Then QR, root of -4 minus -1, that is -4 plus 1, that is equal to -3 square plus 9 minus 6, 3 square plus 6 minus 6, 0 square is equal to root of 9 plus 9, which is equal to root 18. PR is equal to root of -4 minus 0, that is -4 square plus 9 minus 7, 2 square plus 6 minus 10 minus 4 square, which is equal to root of 16 plus 4 plus 16, root 36 equal 6. ഇവിടെ നോക്കിയേ, പി ക്യു സ്ക്വയർ പ്ലസ് ക്യു ആർ സ്ക്വയർ എത്രയാ? പി ക്യു സ്ക്വയർ എന്ന് പറയുന്ന റൂട്ട് 18 സ്ക്വയർ എന്താ? 18 പ്ലസ് ക്യു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതും 18 is equal to 36. 36 എന്ന് പറഞ്ഞാൽ എന്താ? പി ആർ സ്ക്വയർ അല്ലെ? സോ പി ക്യു സ്ക്വയർ പ്ലസ് ക്യു ആർ സ്ക്വയർ is equal to പി ആർ സ്ക്വയർ. Therefore Pythagoras theorem is satisfied. Therefore the given vertices are that of a right angle triangle. ഇത് ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടായിരുന്നോ? കിട്ടിയോ അക്ഷയ്? കിട്ടി. ജിസിന് കിട്ടിയോ? കിട്ടി. എല്ലാവർക്കും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് സബ് ക്വസ്റ്റ്യൻ. ഇല്ല,
ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റൻ എടുത്തേ. ഇത് റബ്ബ് ചെയ്തോട്ടെ. സാരം കഴിഞ്ഞോ? ഓക്കെ ഓക്കെ 5 minutes ബ്രേക്ക്. തീർക്കാം അല്ലേ? സാരക്ക് ബ്രേക്ക് അല്ല കേട്ടോ, ഇവര് പറഞ്ഞു ബ്രേക്ക് വേണ്ടെന്ന്. അതെ, ഇവർക്ക് ബ്രേക്ക് വേണ്ടെന്ന്, പഠിച്ചാ മതി. ക്വസ്റ്റ്യൻ നമ്പർ 4. കംപ്ലീറ്റ് ആണ്. Find the equation of the set of points which are equidistant from the points 1, 2, 3 and 3, 2, -1. Okay. രണ്ട് പോയിന്റ്സ് എന്നിട്ട് 1, 2, 3, 3, 2, -1. ഈ രണ്ട് പോയിന്റിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാം. ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. ഇപ്പോൾ എക്സ് വൈ സെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്നും ഈ രണ്ട് പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഐ എം ടേക്കിംഗ് എ പോയിന്റ് എക്സ് വൈ സെഡ്. Let P 1, 2, 3 and Q 3, 2, 1 എന്ന് കൊടുത്തോളാം. എന്താ കണ്ടീഷൻ? ഇക്വിഡിസ്റ്റന്റ് എന്ന് പറയുന്നത് എ പി ഇസ് ഈക്വൽ ടു എ ക്യു. എയിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസും എയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. മിഡ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം കൊളീനിയർ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒരു ലൈനിലെ പോയിന്റ് ആണ് എ പി ക്യൂ എങ്കിൽ നമുക്ക് പറയാം പി മിഡ് പോയിന്റ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. സോ എന്ത് ചെയ്യാ? എ പി കണ്ടുപിടിച്ചേ. എ പി കണ്ടുപിടിക്കുക, എ ക്യൂ കണ്ടുപിടിക്കുക. ചെയ്തേ. ചെയ്ത് കഴിഞ്ഞോ? എ പി എന്താ കിട്ടിയേ? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 the whole square plus y minus 2 the whole square plus z minus 3 the whole square. AQ is equal to root of x minus 3 the whole square plus y minus 2 the whole square plus z minus 1 the whole square. Given that AP is equal to AQ അല്ലേ? AP യും AQ യും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 the whole square plus y minus 2 the whole square plus z minus 3 the whole square is equal to root of x minus 3 the whole square plus y minus 2 the whole square plus z minus 1 the whole square അല്ലേ? രണ്ട് സൈഡിലും റൂട്ട് ഉണ്ട്, സോ വി ക്യാൻ ക്യാൻസൽ. ഇനി എന്ത് ചെയ്യാ? ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്താ കിട്ടാ? എക്സ് മൈനസ് 1 the whole square എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ മൈനസ് 2x plus 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y plus 4 y minus 2 the whole square രണ്ട് സൈഡിലുണ്ട് അല്ലേ? ശ്രദ്ധിച്ചില്ല, സോറി. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. പ്ലസ് ഇസെഡ് സ്ക്വയർ മൈനസ് 6z പ്ലസ് 9 is equal to x square minus 6x plus 9
plus z square minus 2z plus 1. x square cancel ആവും. z square cancel ആവും. ഇനി minus 2x plus 6x plus 10. ആ രണ്ട് സൈഡിലും 10 ഉണ്ട് അല്ലേ? സോ പ്ലസ് 10 ക്യാൻസൽ ആകും. മൈനസ് 6z അല്ലേ ഇവിടെ, പ്ലസ് 2z ഈക്വൽ ടു 0. 6x മൈനസ് 2x എന്ന് പറയുന്നത് 4x ആണ്. മൈനസ് 4z ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് x മൈനസ് z ഇസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ x ഇസ് ഈക്വൽ ടു z എന്ന് എഴുതാം. എന്താ മൈനസ് 2x പ്ലസ് x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് z സ്ക്വയർ മൈനസ് 6z പ്ലസ് 9 is equal to x square minus 6x plus 9 plus z square minus 2z plus 1. x square cancel, x square cancel, minus 2x plus 6x minus 6z plus 2z. x minus 1 whole square plus 1. എവിടെയാ മിസ്റ്റേക്ക്? നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടിയേ? ഇത് തന്നെയാണോ കിട്ടിയത്? പക്ഷെ ആൻസർ ഇതല്ലെന്ന് പറഞ്ഞു. x is equal to z. 8x plus x is equal to 2z ആണ്. എല്ലാവർക്കും ഇങ്ങനെയാണോ കിട്ടിയത്? അതെന്താണെന്നറിയോ? 3 2 മൈനസ് 1 ആയിരുന്നു. 3 2 മൈനസ് 1 ആണ്. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ ആ വ്യത്യാസം വന്നത് കേട്ടോ. ക്വസ്റ്റ്യനിൽ 3 2 മൈനസ് 1 ആണ്, നമ്മൾ 3 2 1 ആണ് എടുത്തത്. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ ആയിട്ട് വ്യത്യാസം വന്നത്. പക്ഷെ ഇത് കറക്റ്റ് ആണ്. ഈ ആൻസർ, ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഈ ആൻസർ കറക്റ്റ് ആണ്. 3 2 മൈനസ് 1 വെച്ചിട്ടുള്ള നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എഴുതിക്കൊണ്ടുവന്നാൽ മതി. പറഞ്ഞ മനസ്സിലായോ? മൈനസ് 1 ആണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് തെറ്റിയിട്ടുണ്ട്. അത് നോക്കാം. ഇവിടെ 3 2 മൈനസ് 1 വരും. ടെക്സ്റ്റ് ബുക്കിൽ 3 2 മൈനസ് 1 ആണ്. മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. ആ, ഇവിടെ പ്ലസ് 2z വരും. ആ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x minus z is equal to 0. ഇത് എഴുതി കഴിഞ്ഞോ? ചെയ്യുവാണോ? എന്താ
The sum of whose distances from AP plus PB. ഇത് കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ വെച്ച് സാറും കിടക്ക് ലീവായി പോണേ? Okay. Question number 5. Find the equation of the set of points P, the sum of whose distances from A 400 and B minus 400 is equal to 10. എന്താ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇക്വേഷന്റെ ഫോമിൽ ആക്കി ഒന്ന് പറഞ്ഞേ. പറ. നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ട്, A 400 and B minus 400. ഇനി we have another point. എന്താ P എന്ന് വിളിക്കുക. XYZ ആണ് കോർഡിനേറ്റ്സ്. എന്താ പറഞ്ഞേക്കുന്നത്? സം ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം A and B. സം ഓഫ് ഡിസ്റ്റൻസ് എന്താ? AP പ്ലസ് PB ഈക്വൽ ടു എന്താ പറഞ്ഞേക്കുന്നത്? 10. ഇനി ഒന്ന് സോൾവ് ചെയ്തേ. AP പ്ലസ് PB is equal to 10. AP എന്ന് പറഞ്ഞാൽ എന്താ? എന്താ AP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അല്ല അല്ല, പറഞ്ഞിട്ടില്ലല്ലോ, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടാ? ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ A പ്ലസ് B ദ ഹോൾ സ്ക്വയർ, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിന്റെ സമ്മിന്റെ സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ A പ്ലസ് B ദ ഹോൾ സ്ക്വയർ യൂസ് ചെയ്തിട്ട് വേണം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. ഡയറക്റ്റ് രണ്ടും എന്താ ഡയറക്റ്റ് സ്ക്വയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്കിപ്പോ എക്സ് എന്താ പറയാ, ഇപ്പൊ 2x പ്ലസ് y ഇസ് ഈക്വൽ ടു 4 നമുക്ക് സ്ക്വയർ ചെയ്യാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാ? 2x പ്ലസ് y ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ, ഇങ്ങനെയല്ലേ ചെയ്യാ. ഇനി ഇത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം? A പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല വെച്ചിട്ട്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക? A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. ആ ഒരു 2 ഇൻറ്റു ഇതേ ഇൻറ്റു ഇതെന്ന് പറഞ്ഞിട്ട് ടേം വരും. ആൻസർ കിട്ടിയോ? നയൻ എക്സ് സ്ക്വയർ ആ കറക്റ്റ് ആണ് കേട്ടോ. ചെയ്യും. ആ എപ്പോ തീർക്കണം? നിങ്ങൾ എപ്പോഴാ തീർക്കണം? വേണ്ട, റിലേഷൻ മാത്രം വിളിച്ചാൽ
ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി പുറകെ ഇരിക്കണ്ട കേട്ടാ. ആണോ? ക്ലാസ് ടൈമില് വേറെ ആരാ? അങ്ങനെ എനിക്ക് വേദ ഏതാ നീ ഏതാന്ന് അറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാവണേ. ശരിക്കും ശരിക്കും ഇങ്ങനെ നോക്കിയിട്ട് രണ്ടുപേരും ഒരേപോലെ ഇരിപ്പുണ്ട്. കണ്ണു നോക്കിയിട്ട് ദിയയുടെയോ? അതങ്ങനെ വരച്ചിട്ടല്ലേ? നാളെ ഇനി രണ്ടുപേരും അങ്ങനെ ചെയ്തിട്ട് വരും. ഇതിന് ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട്, നമുക്ക് വേറെ മെത്തേഡ് ചെയ്യാം. പറഞ്ഞുതരാം. നമുക്ക് നാളെ ചെയ്യാം. അതല്ല, തീരില്ല. ഇനി 7 മിനിറ്റ്. എന്റെ മോട്ടിവേഷൻ തീർന്നു. കുറച്ചുകൂടെ എക്സ്പാൻഷനാ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നാളെ ചെയ്യാവേ. പഠിച്ചിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്ന്? ഏത് ക്വസ്റ്റ്യൻസില് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ആർക്കും ഡൗട്ട്സ് ഇല്ല?